സർവൈക്കൽ സ്പോണ്ടലോസിസിൻ്റെതായ ഇഷ്യൂ ആയിട്ട് ലെഫ്റ്റ് ഷോൾഡറിൽ പെയിൻ ആയിട്ട് വളരെ നാളുകളായി. ഇന്ന് ഇവിടെ നിൽക്കുമ്പോഴും വേദന ഉണ്ടായിരുന്നു. പക്ഷെ പ്രാർത്ഥിച്ചതിന് ശേഷം അവിടെ വേദനയില്ല. ഇപ്പോൾ കൈ പൊന്തിക്കാം, വേദനയില്ല. കർത്താവ് പരിപൂർണമായിട്ട് സൗഖ്യമാക്കി. സഹോദരിക്ക് നേരത്തെ ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? എനിക്ക് 2021 ഒരു വട്ടം ഇഷ്യൂ വന്നു. അന്ന് സ്ട്രിക്ട് ബെഡ് റെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിരുന്നതാ. ഇപ്പം ഈ കഴിഞ്ഞ ഒരു ഓഗസ്റ്റ് തൊട്ടിട്ട് വീണ്ടും അതേ ഇഷ്യൂ വന്നു. അപ്പോൾ റെസ്റ്റ് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് കിടക്കയിൽ നിന്ന് എണീക്കാൻ വരെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പം ഞാൻ നാട്ടിലല്ല, ഞാൻ പുറത്തുനിന്ന് വരുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ ഇന്ന് രാവിലെ ബാഗ് തൂക്കി വരുമ്പോൾ തന്നെ നല്ല വേദനയുണ്ടായിരുന്നു. ട്രാവൽ ചെയ്ത് വരാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഈ ഷോൾഡർ മൊത്തം പുറത്ത് ആ ഒരു ഏരിയ മൊത്തം പെയിൻ തന്നെയായിരുന്നു. ഇപ്പം എനിക്ക് നല്ലൊരു മാറ്റം, നല്ല വ്യത്യാസം തോന്നുന്നുണ്ട്. സഹോദരി സൗഖ്യം. കാരണം എനിക്ക് കൈ പൊന്തിക്കുമ്പം വേദന ഉണ്ടാവുമായിരുന്നു. ഇന്നിപ്പോൾ പ്രത്യേകിച്ച് വലത്ത് കൈയായിരുന്നു ആദ്യം വേദന ഉണ്ടായിരുന്നത്. പിന്നെ കിടന്നെണീക്കുമ്പോൾ എനിക്കിപ്പോൾ ലെഫ്റ്റ് സൈഡ് ഈ ഒരു പോർഷനിൽ പെയിൻ ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ മൊത്തം എനിക്കിപ്പോൾ കൈ പൊന്തിക്കാനും പ്രശ്നവുമില്ല. ഈ പെയിൻ എനിക്ക് അറിയാം, അത് സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട് എനിക്ക് അവിടെ പെയിൻ ഉണ്ട് എന്നുള്ളത്. ഇപ്പം അങ്ങനെ ഒന്നും ഇല്ല. എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ശരിക്കും മാറി എന്നുള്ളത്. സുനീഷ് ബ്രദർ ഈ പാസ്റ്റർ ഒരു ഫിസിയോതെറാപ്പിസ്റ്റാണ്, ഒരു ഡോക്ടറാണ്. ഒരു ഡോക്ടർ എന്ന നിലയിൽ, ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് എന്ന നിലയിൽ ഈ കുട്ടി പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? പക്ഷേ ഇത് ഈ ഒരു പെയിനെ നമുക്ക് മാറണമെന്നുണ്ടെങ്കിൽ ഏകദേശം 2 ആഴ്ചയെങ്കിലും തുടർച്ചയായിട്ട് ബെഡ് റെസ്റ്റ് എടുക്കുകയും ട്രീറ്റ്മെൻറ്റ് ചെയ്താലും പരിപൂർണ്ണമായിട്ട് മാറാറില്ല. ഞാൻ ഇന്ന് വരെ ഒരു സ്പോണ്ടിലോട്ടിക് പേഷ്യൻ്റ് 100% ക്യൂർ ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടില്ല. അത് യേശുവിന് മാത്രം പറ്റുന്ന ഒരു കാര്യമാണ്. ഒന്ന് കൈയടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞു.